ഗുരുവായൂരേകാദശി തൊഴുവാൻ പോരുമ്പോൾ വഴികാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം. നാരായണ നാമം ഹരിനാരായണ നാമം ഹരിനാരായണ നാമം. ഈ ഭക്തിഗാനം രണ്ടു വരിയൊന്നും മൂളാത്തൊരു വളരെ ചുരുക്കമായിരിക്കും. ഞാനിത് പാടാൻ കാരണം ഗുരുവായൂർ ഏകാദശി പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ പ്രസിദ്ധമാണ് അന്ന് നടക്കുന്ന ഉദയാസ്തമന പൂജ. എന്നാൽ ഇത്തവണ ഉദയാസ്തമന പൂജ നടന്നിട്ടില്ല. തിരക്ക് കാരണമാണ് നടക്കാതിരുന്നത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിശദീകരണം എന്നുള്ളത്. എന്നാൽ തന്ത്രിയുടെ ഈ നിലപാടില് ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ തീരുമാനം മാറ്റാൻ ദേവസ്വം ബോർഡ് തയ്യാറല്ലെങ്കിൽ വൻ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ. കൂടാതെ തന്ത്രി കുടുംബം ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കാലങ്ങളായി നിലനിൽക്കുന്നതും ശ്രീ ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയതുമായ പൂജാവിധിയാണ് വൃശ്ചികമാസ ശുക്ലപക്ഷത്തിലെ ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ നടത്തുന്ന ഉദയാസ്തമന പൂജ. തന്ത്രി കുടുംബം ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കാലങ്ങളായി നിലനിൽക്കുന്നതും ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ചിട്ടപ്പെടുത്തിയതുമായ പൂജാവിധികളാണ് വൃശ്ചികമാസ ശുക്ലപക്ഷത്തിലെ ഗുരുവായൂർ ഏകാദശി ദിനത്തില് നടക്കുന്ന ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത്. ഗുരുവായൂർ പ്രതിഷ്ഠ നടത്തിയത് ആട്ടവിശേഷ വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസമാണ് എന്നാണ് വിശ്വാസം. ഈ ഏകാദശി ഉദയാസ്തമന പൂജ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ 18 ദിവ്യ ചൈതന്യ രൂപങ്ങളെ സാംശീകരിക്കുന്ന അനുഷ്ഠാനമാണ്. ഈ പൂജയ്ക്ക് പകരം തുലാം മാസത്തിലെ ഏകാദശി ദിവസമായിട്ടുള്ള നവംബർ 12 നടത്താനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. മുഖ്യ തന്ത്രിയായിട്ടുള്ള ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ദേവസ്വം തീരുമാനത്തോടൊപ്പമാണ് നിൽക്കുന്നത്. ക്ഷേത്രത്തിൽ വളരെ തിരക്കനുഭവപ്പെടുന്ന ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ നടത്തിയാൽ അത് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് ഇവരുടെ ഭാഷ്യം. ഈ വിഷയത്തെക്കുറിച്ച് തന്ത്രിയും ദേവസ്വം ബോർഡും പറയുന്ന മറ്റൊരു ആക്ഷേപം ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ കൂടുതൽ പ്രാവശ്യം നടയടക്കേണ്ടി വരുന്നത് കൊണ്ട് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതെന്തൊരു വിരോധാഭാസമാണ്, നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ആചാരലംഘനം നടത്തുക എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടൊന്നുമല്ല. മുൻപ് ശബരിമലയിൽ പയറ്റി നോക്കിയ അതേ തന്ത്രം ഇപ്പൊ ഗുരുവായൂരിൽ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രങ്ങളെ വ്യാപാരവൽക്കരിക്കുകയാണ്. പണം സമ്പാദിക്കാനുള്ള ഒരു വ്യവസായ സ്ഥാപനമായിട്ടാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ കാണുന്നത്. എന്നാൽ ക്ഷേത്രത്തിലെ മുഖ്യ തന്ത്രി ഇത്തരം വിഷയങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ നിലപാടിന് അനുകൂലിച്ച് നിൽക്കുന്നതിനാൽ ഇത്തരക്കാരെ ക്ഷേത്രത്തിൽ നിന്ന് പിടിച്ചിറക്കി ചാണാപ്പാല് കുടഞ്ഞ് ക്ഷേത്രം ശുദ്ധീകരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. ഈ വീഡിയോ പ്രേക്ഷകര് പരമാവധി ഷെയർ ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ അമർത്തി നോട്ടിഫിക്കേഷൻ വരുവാൻ റെഡിയാക്കി വെക്കുക. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഇതുപോലെ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നമസ്കാരം.